നമസ്കാരം. ബീഹാറിലെ ബൂട്ടുകൾ റഷ്യൻ സൈന്യത്തിന്റെ കാലുകാക്കുന്നു. അമൂലിന്റെ നാവൂറും രുചികൾ അമേരിക്ക ഉൾപ്പെടെ ലോകമെങ്ങും ഹരമാകുന്നു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ആഗോള കുത്തക ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഇന്ത്യ കൈയടക്കിയിരിക്കുന്നു. സൈക്കിൾ മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം വരെ ലോകത്തിന് നൽകി ഇന്ത്യൻ നിർമ്മാണ മേഖല വൻകുതിപ്പിൽ. ആഗോള വിപണിയിലെ ചൈനീസ് ആധിപത്യത്തിന് അന്ത്യമാകുന്നു. മെയ്ഡ് ഇൻ ചൈനയുടെ കാലം കഴിഞ്ഞു. ഇനി മെയ്ഡ് ഇൻ ഇന്ത്യയുടെ കാലമാണ്. മൂന്നാം ലോക രാജ്യത്ത് രണ്ടാംകിട ഉൽപ്പന്നങ്ങൾ വിറ്റ് വിപണി കീഴടക്കിയ ചൈനയ്ക്ക് യൂറോപ്പിൽ നിന്ന് വൻ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഗുണനിലവാരവും മാനദണ്ഡവുമുള്ള യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു. ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഏറെ കാലമായി ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. ഇലക്ട്രോണിക് വാഹനങ്ങൾ, സോളാർ പാനലുകൾ, കാറ്റാടി യന്ത്രങ്ങൾ തുടങ്ങിയവയാണ് ചൈന വ്യാപകമായി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ലോക വിപണിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ആധിപത്യം ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് ആഗോള കമ്പോളത്തിൽ പ്രിയമേറുകയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ലോകം മുഴുവൻ തരംഗമാകുന്നു. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ലോക രാജ്യങ്ങൾ മുൻനിരയിലുണ്ട്. ആപ്പിൾ ഐഫോൺ 16 രാജ്യത്ത് നിർമ്മിക്കപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരം. പുതിയ ഐഫോൺ പുറത്തിറങ്ങുന്നതോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഐഫോൺ 16 സീരീസ് ഫോണുകൾ ലോകമെമ്പാടും വിൽപ്പനയ്ക്ക് ലഭ്യമാകും. നേരത്തെ ഐഫോൺ 14, 15 സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്നു. ആപ്പിൾ ഐഫോണിന്റെ നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കുന്നതോടെ ലോകത്തിലെ പല വൻകിട കമ്പനികൾക്കും ഇന്ത്യയിൽ അവരുടെ നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കും. ചൈനയെ ആശ്രയിക്കുന്നത് കുറച്ചതിനാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന്റെ ഗുണം ആപ്പിളിനും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ വൻകിട കമ്പനികൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇന്ത്യ നിലവിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വൻതോതിൽ കയറ്റുമതി ചെയ്യുകയാണ്. ഇതിൽ മൊബൈൽ ഫോൺ സെഗ്മെന്റിലാണ് പരമാവധി വളർച്ച രേഖപ്പെടുത്തിയത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി $2.2 ബില്യൺ ആയിരുന്നു. ഇത് 2023-24 $5.7 ബില്യൺ ഉയർന്നിരുന്നു. 2023-24 ലോകത്ത് വിറ്റഴിക്കുന്ന ഐഫോണുകളുടെ 14% ഇന്ത്യയിൽ നിന്നാണ്. ഇതുമൂലം ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ ഇന്ത്യയുടെ ആഗോള റാങ്കിംഗ് 4ാം സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നു. ലോക നേതാവ് കളിക്കുന്ന അമേരിക്കയെ പോലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ട്. അമേരിക്കയെ കടത്തിവെട്ടി ലോകത്തിലെ രണ്ടാമത്തെ വലിയ 5G മൊബൈൽ ഫോൺ വിപണിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. രാജ്യത്തെ ഉൽപ്പാദന മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച മേക്കിംഗ് ഇന്ത്യ പദ്ധതി വഴി ഇന്ത്യ കൊയ്യുന്നത് കോടികളാണ്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ജൂണിൽ 16.91% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാസം വരെ $2.82 ബില്യൺ ഉപകരണങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. കഴിഞ്ഞ വർഷം ഇത് $2.42 ബില്യൺ ആയിരുന്നു. ഏപ്രിലിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കയറ്റുമതി 25.8% വർദ്ധിച്ചിരുന്നു. 2023 ഏപ്രിലിൽ $2.11 ബില്യൺ നിന്ന് ഈ വർഷം $2.65 ബില്യൺ ആയാണ് കയറ്റുമതി വർദ്ധിച്ചത്. മൊബൈൽ ഫോണുകളാണ് കയറ്റുമതി ചെയ്യുന്നതിൽ അധികവും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി രംഗം അസൂയപ്പെടുത്തുന്ന വളർച്ചയാണ് കൈവരിച്ചത്. വരുന്ന 5 വർഷത്തിൽ ഉൽപ്പാദനം $250 ബില്യൺ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.